സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനുള്ള സമയമടുത്തതോടെ CPM-ഉം BJP-യും അധികാരം പിടിച്ചെടുക്കാനുള്ള അങ്കലാപ്പിലാണ്. അധികാരം നിലനിർത്താനുള്ള ശ്രമത്തിലാണ് CPM. ഇതിനായി ജനങ്ങളെ കയ്യിലെടുക്കുന്ന തന്ത്രങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണം മുതൽ സംഘടനാ തലം മുതലുള്ള പല പ്രശ്നങ്ങളാണ് CPM നേരിടുന്നത്. ഘടകകക്ഷികൾക്കിടയിലും പരസ്യമായ എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. CPI സംസ്ഥാന സമ്മേളനത്തിലും പരസ്യമായ പ്രതിഷേധം പ്രവർത്തന റിപ്പോർട്ടിന്മേലുണ്ടായത് CPM-നെ സംബന്ധിച്ച് ക്ഷീണമാണ്. ഈ സാഹചര്യത്തെ മറികടക്കാനാണ് പല പരിപാടികളുമായി CPM മുന്നോട്ടു പോകുന്നത്. ഈ മാസം പമ്പാതീരത്ത് നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമവും CPM സംഘടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളും പരിഹാരവും ചർച്ച ചെയ്യാനാണ് ഈ പരിപാടിയെന്നാണ് CPM-ന്റെ വാദം. എന്നാൽ LDF സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 5 വർഷം പൂർത്തിയാകുമ്പോൾ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയും സർക്കാർ നടത്തിയിട്ടില്ല. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് ബോധമുണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള CPM തന്ത്രമാണിത്. അല്ലെങ്കിൽ 4 വർഷത്തോളം CPM എവിടെയായിരുന്നുവെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. അന്നൊന്നും മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നത്തിൽ ഇടപെടാത്ത സർക്കാരാണ് ന്യൂനപക്ഷ സംഗമം നടത്തുന്നത്. കേരള വികസനവുമായി ബന്ധപ്പെട്ട 33 വിഷയങ്ങളിൽ സെമിനാർ നടത്താൻ മന്ത്രിസഭാ തീരുമാനമുണ്ട്. അതിലൊന്നു മാത്രമാണ് ഇതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് സംഘാടകർ. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 1500 പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചിയിലോ കോഴിക്കോടോ ആയിരിക്കും വേദിയെന്നാണ് വിവരം. അതിനിടെ ക്രൈസ്തവ വോട്ടുകളിൽ നോട്ടമിട്ട് BJP-യും രംഗത്തെത്തിയിട്ടുണ്ട്. പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കളെയാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ കുത്തക ജില്ലയായ കോട്ടയത്താണ് ക്രൈസ്തവരെ കയ്യിലെടുക്കാൻ BJP ശ്രമം നടത്തുന്നത്. CBCI ലൈറ്റി കൗൺസിൽ സെക്രട്ടറിയും കാഞ്ഞിരപ്പള്ളി രൂപതക്കാരനുമായ VC സെബാസ്റ്റ്യനാണ് കോട്ടയത്ത് ക്ലാസ് എടുത്തത്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും പരിപാടിക്ക് എത്തിയിരുന്നു. ക്രൈസ്തവരുടെ ഭരണഘടനാ അവകാശം, സമുദായം നേരിടുന്ന പ്രശ്നം എന്നിവയാണ് പ്രധാനമായും അവതരിപ്പിച്ചതെന്നാണ് വിവരം. ഏതായാലും BJP-യും CPM-ഉം സമുദായ വോട്ട് ലക്ഷ്യമിട്ട് മുന്നോട്ട് നീങ്ങി തുടങ്ങിയതായാണ് വിവരം. ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുക. ക്രൈസ്തവരുടെ വോട്ടുകളിൽ ഭൂരിഭാഗവും കോൺഗ്രസിന്റെ കൈപ്പത്തിക്കുള്ളിലാണെന്നാണ് വാസ്തവം. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.